രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയുമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ മാവ് അരച്ച് വെച്ചത് ഇപ്പം നല്ല ചൂടായതുകൊണ്ട് എനിക്കറിയായിരുന്നു മാവ് പെട്ടെന്ന് പുളിച്ചും കയറും, അത് പൊങ്ങിപ്പോകുമെന്ന്. അതുകൊണ്ട് ഞാൻ 2 പാത്രത്തിലാക്കിയാണ് മാവ് വെച്ചത്. അപ്പം അതുകൊണ്ടാണ് ഞാനൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റേ അരച്ചുള്ളൂ. അപ്പം ഞാൻ സാധാരണ അപ്പം ഉണ്ടാക്കുന്നത് പച്ചരി അരച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ അരിപ്പൊടിയും കൊണ്ടാണ് അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള മുട്ടക്കറിക്ക് വേണ്ടി ഞാൻ സവാളയും ഉരുളൻകിഴങ്ങും ഒന്ന് നന്നായി പച്ചമുളകും ചേർത്ത് ഇച്ചിരി കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് വഴന്ന് വന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത്, വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർക്കാം. മുളക് പൊടി ചേർക്കത്തില്ല ഇതിൽ. എന്നിട്ടത് നന്നായി അതിൻ്റെ പൊടികളുടെ പച്ചമണം പോയണേ അതിലേക്ക് അരമുറി തേങ്ങയും ഒരു ഏലക്കയും കൂടെ അരച്ചത് ചേർത്ത് അതൊന്ന് തിളച്ച് വരുന്നുണ്ടെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയാവും. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം ഞാൻ 2 പാൻ വെച്ചിട്ട് പെട്ടെന്ന് അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. നല്ല ചൂടോടെ കഴിക്കേണ്ടവർക്ക് കഴിക്കാനും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചായ ആയായിരുന്നു, അങ്ങനെ ചായയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചിലർക്ക് അപ്പം നല്ല മുരിഞ്ഞിരിക്കുന്ന അപ്പം ഇഷ്ടം, ചിലർക്ക് സോഫ്റ്റാണ്. അപ്പം എല്ലാവർക്കും അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചതിന് ശേഷം, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് ഒരു ടൊമാറ്റോ കറിയാണ്. ചിലപ്പം ഞാൻ ടൊമാറ്റോ ഇങ്ങനെ സവാളയൊക്കെ അരിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ഉണ്ടാക്കും. ഇന്നുണ്ടാക്കുന്നത് ഓയിലൊഴിച്ച് അതിൻ്റെ അകത്ത് ഇത് ടൊമാറ്റോയും സവാളയൊക്കെ ഇട്ട് വഴറ്റിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്, അത് കറി ഉണ്ടാക്കുന്നത്. അപ്പം കുടിക്കാൻ വെള്ളം വെച്ചായിരുന്നു. അപ്പോൾ ഇച്ചിരി ജീരകം ഒന്ന് ചൂടാക്കി ഇടുന്നുണ്ട് അതിലേക്ക്. അപ്പം തോരൻ വെക്കുന്നത് ചെറുപയർ തോരനാണ് ഉണ്ടാക്കുന്നത്. ചെറുപയർ ഞാൻ കുക്കറിലിട്ടൊന്ന് കഴുകിയിട്ട് ഒരു വിസിലടിച്ചെടുക്കും. ഇവിടെ ചീനച്ചട്ടി വെച്ച് ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇച്ചിരി ജീരകം ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വന്നുടനെ 4-5 വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും സവാളയും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് വാടി വന്നുടനെ അതിലേക്ക് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഞാൻ ഇച്ചിരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, പച്ചമുളക് ചേർക്കാഞ്ഞുകൊണ്ട്. ഇതിലേക്ക് പയറൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പയർ തോരനും റെഡിയാവും. അപ്പോഴത്തേക്കും ടൊമാറ്റോ ഒക്കെ ഒന്ന് വഴന്ന് വന്നായിരുന്നു. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പിനായിട്ട് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി. അപ്പം നിങ്ങൾക്ക് ചാറ് എത്രയും വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് തേങ്ങയുടെ ക്വാണ്ടിറ്റി കൂട്ടാമേ. അപ്പം ഞാൻ ഇതിലേക്ക് അരപ്പൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇച്ചിരി ഒന്ന് തിളയ്ക്കാനായിട്ട് വിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോയ്ക്ക് അധികം പുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് തൈര് ഉടച്ച് ഇത്തിരി മോര് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകൂടെ വറുത്ത് ചേർത്താൽ മതി. അപ്പം ഞാൻ കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.